കേരളത്തിലെ കുടുംബങ്ങൾ എല്ലാം തന്നെ കണ്ടാഘോഷിച്ച 1987 സിനിമ. വർഷം 1987 തന്നെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രം. തങ്ങളുടെ സിനിമയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റെന്ന് കൊട്ടിയാഘോഷിക്കാൻ പോകാത്ത ആ നിർമ്മാതാക്കൾ സെഞ്ചുറി, കൊച്ചുമോൻ, IV ശശി, സീമ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരാണ്. ഈ നിർമ്മാണ സംഘത്തിന്റെ ബാനറിന്റെ പേര് കാസിനോ. ആദ്യമായി 3 ഭാഗങ്ങളുണ്ടായ മലയാള സിനിമയുടെ ആദ്യ ഭാഗമാണ് ഇത്. സീമ, IV ശശി, MG സോമൻ എന്നിവർ സിനിമ പ്രവർത്തകരായി തന്നെ അഭിനയിച്ചു. രാമദാസനായി മോഹൻലാൽ, വിജയനായി ശ്രീനിവാസൻ, ധൈര്യശാലിയായ കള്ളക്കടത്തുകാരൻ അനന്തൻ നമ്പ്യാരായി തിലകൻ, സത്യസന്ധനായ ടാക്സി ഡ്രൈവറായ ബാലേട്ടനായി ഇന്നസെന്റ്, എല്ലാത്തരം ആയുധങ്ങളും ഒരു പെട്ടിക്കുള്ളിലാക്കി സഞ്ചരിക്കുന്ന പ്രൊഫഷണൽ കില്ലർ പവനായിയായി ക്യാപ്റ്റൻ രാജു, നിരവധി പേരെ തന്റെ ഉരുവിൽ കയറ്റി വിദേശത്തെത്തിച്ച് ജീവിതം നൽകുന്ന ഗഫൂർക്കയായി മാമുക്കോയ, ആരെയും ഭയക്കാത്ത പക്ഷെ തങ്ങളെ എവിടെ കണ്ടാലും വെടിവെച്ചു കൊല്ലാൻ നടക്കുന്ന CIDകളെ മാത്രം ഭയക്കുന്ന ഗുണ്ടകളായ വർഗീസും ജോണിയുമായി കുണ്ടറ ജോണിയും കൊല്ലം അജിത്തും, നിരവധി ലിറ്റർ പാൽ ദിവസവും നൽകുന്ന സിന്ധി പശുവിനെ ദാസനും വിജയനും വിറ്റ് രാമൻകുട്ടിയായി ശങ്കരാടി, കൂളിംഗ് ഗ്ലാസ് ഊരിയാൽ ചീഞ്ഞളിഞ്ഞ കണ്ണുകൾ കണ്ട് ഭയപ്പെടുമെന്ന് ദാസൻ പേടിപ്പിച്ചതുകൊണ്ട് മാത്രം കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റാത്ത പുതിയ മാനേജർ മോഹനകൃഷ്ണനായി TP മാധവനും, മദ്രാസിലുള്ള നല്ല പോലീസുകാരനായ ക്ലീറ്റസായി CI പോളും, സ്വാധീനമുള്ള രാഷ്ട്രീയക്കാരനായി മദ്രാസിൽ തന്നെ താമസിച്ചു സ്വന്തം പേര് തന്നെ പരിഷ്കരിച്ച കോവൈ വെങ്കടേശനായി ജനാർദ്ദനൻ, ഹൃദയം നിറയെ സ്നേഹവുമായി അയൽപ്പക്കത്ത് താമസിക്കുന്ന രാധയും അമ്മയുമായി ശോഭനയും മീനയും, പാൽ കറക്കുമ്പോൾ കിട്ടുന്ന കറവക്കാരന്റെ പങ്കു മാത്രം ദിവസേന ദാസനെയും വിജയനെയും വീട്ടിൽ വന്ന് കറന്നുകൊണ്ടു പോകുന്ന കറവക്കാരനായി രാജൻ പാടൂരും, രാമദാസനും വിജയനും താമസിക്കാനായി 2 ബെഡ്റൂം, ഹാൾ, പൂന്തോട്ടം, കാർ കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്ഡ്, AC, പൂജാമുറി എന്നിവയെല്ലാം അടങ്ങിയ വീട്, മാസവാടക 150 രൂപയ്ക്ക് ഒപ്പിച്ചു കൊടുക്കാൻ നടക്കുന്ന ബ്രോക്കർ ചാർലിയായി ബോബി കൊട്ടാരക്കരയും, ഒടുവിൽ ആരോടും പരിഭവമോ പരാതിയോ ഇല്ലാതെ സ്വന്തക്കാരുടെ വീട്ടിൽ വീട്ടുവേല ചെയ്ത് മകൻ രാമദാസിന് വേണ്ടി മാത്രം ജീവിച്ച, എന്നാൽ ഒരു അനാഥയെ പോലെ മരിച്ച രാമദാസന്റെ അമ്മയായി പ്രേക്ഷകരിൽ നൊമ്പരം നിറച്ച ശാന്താദേവിയും നാടോടിക്കാറ്റിലൂടെ കേരള ജനതയുടെ മനസ്സിലേറി. 1987 നവംബർ മാസം റിലീസായ ഈ സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ ടീമിന്റെ ചിത്രം കണ്ടവർക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം.